Oh shit. Here we go again. Another day, another CR7 master class. Guys, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇങ്ങനെ ഡെയിലി CR7ന്റെ ഇന്റർവ്യൂ കാണുക, എന്നിട്ട് അതിൽ നിന്നുള്ള പോയിന്റ് വെച്ച് ആളെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുക. CR7 ഫാൻ ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. I'm joking. Okay, നിങ്ങൾക്കറിയാലോ, I am unbiased. എവിടുന്ന് ഏത് യൂട്യൂബർ എടുത്ത് നോക്കിയാലും ഇത്രക്കും അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ നിങ്ങൾക്ക് കാണാൻ കിട്ടൂല. എക്സ്പെഷ്യലി മെസ്സി വേഴ്സസ് CR7ന്റെ കാര്യത്തിൽ ഗ്ലോബ് സോക്കർ അവാർഡ് സെറിമണിയിലെ ആളുടെ പല സ്റ്റേറ്റ്മെന്റിന് ശേഷം വീണ്ടും ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിലെ ചില ടോപ്പിക്സ് ആയിട്ട് ബാലൻഡോർ, ഫിഫ ദ ബെസ്റ്റ്, അതുപോലെ യൂറോ 2024 ഇങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അടുത്ത കരച്ചിലിനുള്ള വകയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ കോൺട്രവേഴ്സീസ്, ഇച്ചിരി എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് CR7 ഡിഡ്ന്റ് ഡിസപ്പോയിന്റ്. ദിസ് ഗായ് മാൻ, ദിസ് ഗായ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, CR7ന്റെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂവിലെ സ്റ്റേറ്റ്മെന്റ്, അതായത് ബാലൻഡോർ ആൻഡ് ഫിഫ ദ ബെസ്റ്റ് ഇങ്ങനെയുള്ള അവാർഡ്സിന്റെ ഒക്കെ ക്രെഡിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫാക്റ്റ് ആണോ? എൻ്റെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യെസ്, ഈവൻ മെസ്സി ഫാൻസ് വരെ ആക്ച്വലി ചിന്തിച്ച അവരും സമ്മതിക്കും ഇതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. എഗെയിൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മെസ്സി വിൻ ചെയ്യുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ അവാർഡ്സിന്റെ ഫംഗ്ഷൻ വരുമ്പോഴത്തിന് മെസ്സി വേഴ്സസ് CR7 നോക്കിയിട്ടല്ല ഏത് പ്ലെയർ ആ പെർട്ടിക്കുലർ അവാർഡ് വിൻ ചെയ്യണം എന്നുള്ളത് പറയാറുള്ളത്. എക്സ്പെഷ്യലി കഴിഞ്ഞ 2-3 വർഷമായിട്ട് CR7 ആ ഒരു പട്ടികയിൽ നിന്നല്ല. CR7 ഫാൻസ് നമ്മളിതിലില്ല. എനിക്കറിയാം, മെസ്സി ഫാൻസിന് വേണമെന്നുണ്ടെങ്കിൽ പറയാ CR7ന്റെ തലൻ്റെ ഉള്ളില് മെസ്സി ഈസ് ലിവിങ് റൺ ഫ്രീ, മെസ്സിക്കെതിരെയുള്ള ഹെയ്റ്റ് കൊണ്ട് മാത്രമാണ് CR7 ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. ഐ മീൻ, അവരെ കുറ്റം പറയാൻ പറ്റൂല. ഓക്കെ, അവരെ കുറ്റം പറയാൻ പറ്റൂല, കാരണം CR7 അങ്ങനെ തന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഓക്കെ, അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒക്കെ ഈ ഒരു കറപ്ഷനെതിരെ പറയുന്നുണ്ട്. അതാണ് ആകെയുള്ള ഒരു പോസിറ്റീവ്. മേ ബി CR7 ആളുടെ സെൽഫിഷ് നീഡ്സിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാവാം. എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അടുത്ത സെറിമണിയുടെ സമയത്തെങ്കിലും ആക്ച്വലി ഡിസേർവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവാർഡ് എത്തും നമുക്ക് പ്രതീക്ഷിക്കാം. എഗെയിൻ, മെസ്സി ഫാൻസ്, CR7 ഫാൻസ്, ബിഫോർ യു ക്രൈ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് മെസ്സി ആൻഡ് CR7 രണ്ടുപേരും PR കാരണം അവാർഡ്സ്, ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ അവാർഡ്സ് നേടിയിട്ടുള്ള ആൾക്കാരാണ്. രണ്ടുപേരും അൺഡിസേർവ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള അവാർഡ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇച്ചിരിയെങ്കിലും മെച്ചം CR7ന്റെ കളക്ഷനാന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ആള് സെബ് ബ്ലാറ്ററിനെതിരെ വരെ അടി ഉണ്ടാക്കിയിട്ടുള്ളതാ. അടുത്ത CR7ന്റെ സ്റ്റേറ്റ്മെന്റ്, ഇതിനുള്ള എൻ്റെ ഒപ്പീനിയൻ മേ ബി CR7 ഫാൻസിനെ ആവും ഇനി ട്രിഗർ ചെയ്യിക്കുക. ബട്ട് ഇറ്റ്സ് കൂൾ, കാരണം guys, maybe they hate me because I'm too good, you know. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, CR7ന്റെ സൗദി ട്രാൻസ്ഫർ ഒഫീഷ്യലായ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് തിങ്, CR7 1000 ഗോൾസ്, നോ മാറ്റർ വാട്ട് ഐ വിൽ ബി ദേർ, ഇതായിരുന്നു. എനിവേ, ഗോൾസിനെ പറ്റിയിട്ടുള്ള CR7ന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഞാൻ ഇത്തവണ 54 ഗോൾ അടിച്ചത് സൗദിയിലായതുകൊണ്ടാണെന്നുള്ള ഒരു ഒപ്പീനിയൻ പബ്ലിക്കിനുണ്ട്. പക്ഷേ പ്രൊഫഷണൽസ് ആണെങ്കിൽ അവർക്കറിയാം, ഏത് സ്ഥലത്താണെങ്കിലും, അതിപ്പോൾ സ്പെയിൻ ആയാലും ഇറ്റലി ആയാലും ഇംഗ്ലണ്ട് ആയാലും എവിടെയാണെങ്കിലും ഗോൾ അടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതായത് എ ഗോൾ ഈസ് എ ഗോൾ, അതാണ് CR7 പറഞ്ഞത്. ആ ഒരു പോയിന്റ് ബേസിക്കലി കറക്റ്റ് ആണ്. ഓക്കെ, എ ഗോൾ ഈസ് എ ഗോൾ, എ ഗോൾ വിൻസ് ദ ഗെയിം. അതിപ്പോൾ സൗദി ആണെങ്കിലും പ്രീമിയർ ലീഗ് ആണെങ്കിലും ഗോൾ അടിച്ചാലേ ജയിക്കുള്ളൂ. പക്ഷേ അതിനുശേഷം CR7 ഭയങ്കര പ്രൗഡായിട്ട് ഈവൻ ഗ്ലോബ് സോക്കർ അവാർഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാളണ്ട്, എംബാപ്പെ, കെയ്ൻ ഇവരെയൊക്കെ മറികടക്കാനായതിൽ ഞാൻ അത്രക്കും പ്രൗഡാന്ന് പറയുന്നുണ്ട്. ഐ മീൻ, ഫെയർ പ്ലേ. ഓക്കെ, അത് എന്താ പറയുക, പ്രൗഡ് ആവേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഏജിലും അവരേറ്റും CR7 കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ CR7 പറയുന്ന പോലെ ലിറ്ററലി അവരുടെ ഗോൾസും സൗദിയിലെ ഗോൾസും സിമിലർ ആണോ? നോ, എഗെയിൻ നോ, എ ബിഗ് ബിഗ് നോ. അതിൻ്റെ റീസൺ CR7 അറിയാന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താന്ന് ചോദിച്ചാൽ, ഐ മീൻ, CR7 യൂറോപ്പിൽ കളിച്ചിട്ട് ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുള്ള ആളാണ്. സോ ആൾക്ക് തന്നെ അറിയാം, ടോപ്പ് 5 ലീഗ്സിന് ഗോൾഡൻ ബൂട്ടിന്റെ കാര്യത്തിൽ കിട്ടുന്ന പോയിന്റ് ആണെങ്കിലും അതിന് താഴെയുള്ള ലീഗ്സിന് കൊടുക്കുന്ന പോയിന്റ് ആണെങ്കിലും ഇറ്റ്സ് ഡിഫറെന്റ്. അതിന്റെ റീസൺ എന്താ? ടോപ്പ് 5 ലീഗിലെ ഗോൾസിന് ഓഫ് കോഴ്സ് മൂല്യം, വാല്യൂ കൂടുതലുണ്ട്, അല്ലെങ്കിൽ അവിടെ ഗോൾ അടിക്കുക എന്നുള്ളത്
അതിന് താഴെയുള്ള ലീഗ്സിനെ കമ്പയർ നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ട് ആണ്. ദാറ്റ്സ് എ ഫാക്ട്. അതുകൊണ്ട് തന്നെ സൗദി ഗോൾസ് നോട്ട് ഈക്വൽ ടു ടോപ്പ് 5 ലീഗ് ഗോൾസ്. CR7 ഗോൾഡൻ ബൂട്ട് നേടിയ സമയത്ത് യൂറോപ്പിലെ ഇച്ചിരി കൂടെ താഴെയുള്ള ലീഗ്സിൽ കൂടുതൽ ഗോൾ അടിച്ച പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ CR7 ആണ് ഗോൾഡൻ ബൂട്ട് കിട്ടിയത്. വൈ? വാല്യൂ ഡിഫറൻസ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻസ്. ആൻഡ് ഓഫ് കോഴ്സ് ക്രിസ്ത്യാനോ അൽ നാസറിലെങ്കിൽ അൽ നാസർ കൂടുതൽ ഗോൾ അടിക്കുന്നത് കാണാനും 2023 സെയിം പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കാണാൻ തന്നെയാണ് ഞാൻ വെയിറ്റിംഗ്. ആൻഡ് ഓൾസോ CR7ന്റെ ഇന്റർവ്യൂസിനെ പറ്റിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഐ ലൈക്ക് പീപ്പിൾ ഹു ആർ ഹോണസ്റ്റ്. അല്ലാതെ ഹംബിളാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്ന് പറയാതിരിക്കുന്നതിനോട് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സെയിം പോയിന്റ്. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.